welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ കോൺസെപ്റ്റാണ് ദാറ്റ് ഈസ് ബൂളിയൻ മെട്രിസസ്. നമ്മൾ മെട്രിസസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, ബൂളിയൻ ഓൾജിബ്രയും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ ബൂളിയൻ മെട്രിസസ് എന്താണെന്ന് നോക്കാം. ബൂളിയൻ മെട്രിക്സ് n by n മെട്രിക്സ് whose entries are either 0 or 1. നമ്മളുടെ മെട്രിസസിനകത്ത് സാധാരണ നമുക്ക് ഏത് നമ്പേഴ്സ് അല്ലെങ്കിൽ ഏത് ഫംഗ്ഷൻ ഏത് ആൽഫബറ്റ് വേണമെങ്കിൽ എന്തായിട്ട് എടുക്കാം, ആ മെട്രിസസിൻ്റെ എലമെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അറ്റ് ദ സെയിം ടൈം 0യും 1ഉം രണ്ട് നമ്പേഴ്സ് മാത്രം എന്തായിട്ട് വരുന്ന എലമെൻറ്റ്സ് ആയിട്ട് അഥവാ എൻട്രീസ് ആയിട്ട് വരുന്ന മെട്രിസസ് എന്ന് വിളിക്കുന്നത് ബൂളിയൻ മെട്രിസസ് നമ്മൾ വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ്സ് എൻ m by n മെട്രിക്സ് whose entries are either 0 or 1. ഇനി ഈ ബൂളിയൻ മെട്രിക്സിനകത്ത് കുറച്ച് ഓപ്പറേഷൻസ് നമുക്ക് ഫർദർ ക്ലാസ്സുകൾ നമുക്ക് ആവശ്യമുണ്ട്. സോ ഓപ്പറേഷൻസിനെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം. ദാറ്റ് ഈസ് ഓപ്പറേഷൻസ് ഓൺ ബൂളിയൻ മെട്രിക്സസ്. ബൂളിയൻ മെട്രിക്സിനകത്ത് നമ്മൾ സാധാരണ 3 ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബൂളിയൻ ജോയിൻ, ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദിസ് സിമ്പിൾ. നെക്സ്റ്റ് വൺ ഈസ് ബൂളിയൻ മീറ്റ്, ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദിസ് സിമ്പിൾ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ബൂളിയൻ പ്രോഡക്റ്റ്. ആ ഓരോ ഓപ്പറേഷൻ്റെയും ഡെഫിനേഷൻ ഞാൻ ആദ്യം ഒന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഡെഫിനേഷൻ നമുക്കൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പ്രോബ്ലംസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബൂളിയൻ ജോയിൻ. Let A is equal to Aij, which is an m by n Boolean matrix, and B is equal to Bij, which is also an m by n Boolean matrix. അപ്പോൾ A എന്നും B എന്നും പറയുന്ന രണ്ട് m by n Boolean matrices നമ്മൾ കൺസിഡർ ചെയ്യുന്നു. Then A join B is equal to C, where Cij is an m by n matrix. അപ്പോൾ A join B യെ നമ്മൾ C എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ സി എന്ന് പറയുന്ന മെട്രിക്സിലെ എൻട്രീസ് ആണ് Cij, ഇറ്റ്സ് എൻ m by n മെട്രിക്സ് ആൻഡ് ഹാസ് എൻട്രീസ് Cij ആണെങ്കിൽ ആ എൻട്രീസിനെ എപ്രകാരം നമ്മൾ എഴുതും നമ്മൾ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് Cij, the values of the entries in Cij is equal to 1 if Aij equal to 1 or Bij equal to 1. അതായത് നമ്മൾ ആ Cij എന്ന് പറഞ്ഞ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എയുടെയും ബിയുടെയും വാല്യൂസ്, ദാറ്റ് ഈസ് Aij ആൻഡ് Bij, ആ രണ്ട് എൻട്രീസും ഒരുപോലെ 1 ആവുകയാണെങ്കിൽ ബോത്ത് എൻട്രീസ് അല്ല ഏതെങ്കിലും ഒരു എൻട്രീസ് either Aij or Bij, ഓറാണ് പറഞ്ഞിരിക്കുന്നത്. therefore either Aij or Bij equal to 1 ആവുകയാണെങ്കിൽ Cij എന്ത് തന്നെ ആയിരിക്കും, 1 ആയിരിക്കും. ആൻഡ് ഇഫ് Aij equal to 0 and Bij is equal to 0, രണ്ടും 0 വാല്യൂസ് ആണെങ്കിൽ, രണ്ട് വാല്യൂസും 0 ആണെങ്കിൽ Cijയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ A11 1 ആണ്, B11ഉം 1 ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ പറയാം, C11ഉം എന്തായിരിക്കും, 1 ആയിരിക്കും എന്ന് പറയാം. അതുകൊണ്ട് തന്നെ A22 0 ആണ്, B22 0 ആണെങ്കിൽ എന്തായിരിക്കും, C22ഉം 0 ആയിരിക്കും. അപ്പോൾ either Aij or Bij ഈക്വൽ ടു 1 ആവുകയാണെങ്കിൽ Cij എന്തായിരിക്കും, 1 ആയിരിക്കും. ബോത്ത് Aij ആൻഡ് Bij ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ Cij എന്തായിരിക്കും, 0 ആയിരിക്കും. So that's about the Boolean join. Next is Boolean meet. That is അവിടെ നമ്മൾ രണ്ട് മെട്രിക്സ്, രണ്ട് m by n Boolean മെട്രിക്സ് എയും ബിയെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. That is A meet B is equal to C, where Cij is again a Boolean matrix. We have Cij is equal to the value of Cij or the entries in the matrix C, that is the value of Cij is equal to 1 if Aij equal to 1 and Bij equal to Aijയും Bijയും ഒരുപോലെ 1 ആവുകയാണെങ്കിൽ Cijയുടെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. അല്ലാത്ത കേസുകളിലെല്ലാം Cijയുടെ വാല്യൂ 0 ആയിരിക്കും. സോ മീറ്റിനകത്ത് നമുക്ക് പറയാനുള്ളത് A മീറ്റ് B എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ C എന്ന് പറയുന്ന മെട്രിക്സിന് എൻട്രീസ് എന്തായിരിക്കും, എഗെയിൻ ബൂളിയൻ മെട്രിക്സ് ആയിരിക്കും, m by n മെട്രിക്സ് ആയിരിക്കും, വാല്യൂസ് 0 or 1 ആയിരിക്കും. 1 വരുന്ന എപ്പോഴാണ്, എയുടെയും ബിയുടെയും കറസ്പോണ്ടിങ് പൊസിഷനിലെ വാല്യൂസ് 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, Cijയുടെ വാല്യൂ 1 ആയിരിക്കും. ഒരുപോലെ Aijയുടെ വാല്യൂവും 1 ആണ്, Bijയുടെ വാല്യൂ 1 ആണ്, അങ്ങനെ Cijയുടെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. അതർവൈസ് ഇറ്റ് ഈസ് 0. നെക്സ്റ്റ് വൺ ഈസ് ബൂളിയൻ പ്രോഡക്റ്റ്. ബൂളിയൻ പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷൻ എനിക്ക് തോന്നുന്നു കുറച്ച് എന്താ പറയുക, നമ്മുടെ സാധാരണ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് കുറച്ച് എന്താണ് കൺഫ്യൂസിങ് ആണ്. പക്ഷെ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഈ ഒരു ഡെഫിനിഷൻ്റെ ആവശ്യമില്ല, കുറച്ച് സിംപ്ലിഫൈഡ് മെത്തേഡ് നമുക്ക് ഉണ്ട്. സോ A is equal to Aij, which is a m by p matrix, and B is equal to Bij, which is a p by n matrix. അതായത്
നമ്മൾ ബൂളിയൻ പ്രോഡക്റ്റ് എടുക്കുന്ന രണ്ട് മെട്രിക്സുകളുടെ തമ്മിൽ ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളവും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും എന്തായിരിക്കണം? സെയിം ആയിരിക്കും. സാധാരണ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെ കണക്ക് തന്നെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളവും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും സെയിം ആണെങ്കിൽ, റോയുടെ എണ്ണവും സെയിം ആണെങ്കിൽ മാത്രമേ അവർ തമ്മിൽ സെയിം ആയിരിക്കുന്നതല്ല, നമ്പർ ഓഫ് കോളംസ് ഇൻ ദ ഫസ്റ്റ് മെട്രിക്സ് ആസ് വെൽ ആസ് ദ നമ്പർ ഓഫ് റോസ് ഇൻ ദ സെക്കൻഡ് മെട്രിക്സ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബൂളിയൻ പ്രോഡക്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ A is equal to Aij, which is an m by p matrix, and B is equal to Bij, which is a p by n matrix. Then A product B is equal to C, where Cij is a m by n matrix. Here Cij is equal to 1 if Aik is equal to 1 and Bkj is equal to 1 for 1 less than or equal to k less than or equal to p. ഒന്നുകൂടെ വായിക്കാം. Cij is equal to 1 if Aik equal to 1 and Bkj is equal to 1 for 1 less than or equal to k less than or equal to p. ആ പി എന്ന് പറയുന്ന കോമൺ വാല്യൂവിൻ്റെ ഇടയ്ക്കായിരിക്കണം, 1ൻ്റെയും കെയുടെയും ഇടയ്ക്കായിരിക്കണം കെയുടെ വേരിയേഷൻ ഓഫ് ദ വാല്യൂസ് എന്ന് പറയുന്നത്. ആൻഡ് ഇസ് ഈക്വൽ ടു 0 അതർവൈസ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഡെഫിനേഷൻ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. പ്രോബ്ലം ചെയ്യുന്നത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ്. അപ്പോൾ ഇത്രയാണ് എന്താണ് ബൂളിയൻ മെട്രിക്സ് നമ്മൾ പറഞ്ഞു. അതിലെ 3 ഓപ്പറേഷൻസ് ആയ ബൂളിയൻ ജോയിൻ, ബൂളിയൻ മീറ്റ് ആൻഡ് ബൂളിയൻ പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ ജസ്റ്റ് തിയറിറ്റിക്കൽ പാർട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. നമ്മൾ ജസ്റ്റ് ഒരു പ്രോബ്ലം ഒന്ന് ചെയ്തു. രണ്ട് മെട്രിക്സിനെ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്, എ ആൻഡ് ബി. ഇത് രണ്ട് ബൂളിയൻ മെട്രിക്സസ് ആണ് ഓഫ് ഓർഡർ 3/3. ഈ മെട്രിക്സ് രണ്ടും ബൂളിയൻ മെട്രിക്സ്. കാരണം എന്താണ്? എല്ലാ എൻട്രീസും ഏതൊരു 0 or 1 ആണ്. അങ്ങനെയെങ്കിൽ ആദ്യം നമുക്ക് എ ജോയിൻ ബി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എ ജോയിൻ ബി എന്ന് പറയുമ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ഒരു 3/3 മെട്രിക്സ് ആണ്, ബി എന്ന് പറയുന്നത് ഒരു 3/3 മെട്രിക്സ്. എ ജോയിൻ ബി എന്ന് 3/3 ആയിരിക്കും, എ മീറ്റ് ബി എന്നതായിരിക്കും 3/3 മെട്രിക്സ് തന്നെ ആയിരിക്കും. സോ എ ജോയിൻ ബി ഒരു 3/3 മെട്രിക്സ് ആണ്. പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യും. എ ജോയിൻ ബിയിലെ വാല്യൂസ് ഏതൊരു 0 ആകാം അല്ലെങ്കിൽ 1 ആകാം. 0 ആവുന്ന എപ്പോഴാണ്? Aij ഈക്വൽ ടു 1 ഓർ Bij ഈക്വൽ ടു 1. സോ എ ജോയിൻ ബിയിലെ ഫസ്റ്റ് എൻട്രി, ദാറ്റ് ഇസ് A11 എന്ന് പറയുന്ന എൻട്രി, C11 എന്ന് പറയുന്ന എൻട്രി, ആ എൻട്രി ഇവിടുത്തെ എൻട്രി 1 ആണോ 0 ആണോ നമുക്ക് എന്ത് ചെയ്യണം? നോക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യുക? A11 1 ആണ്, B11 1 ആണ്. സോ A11 1 ആണ്, B11 1. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം 1 ആയാൽ തന്നെ എന്ത് വരും? റിസൾട്ടൻറ്റ് ജോയിൻ എന്ത് വരും? 1 വരും. ഇവിടെ രണ്ടും 1 ആണ്. ഇതൊക്കെ നമുക്ക് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. എഗെയിൻ A12 0 ആണ്, B12 1 ആണ്. therefore C12 is 1. either A or B എന്തായാൽ മതി? 1 ആയാൽ മതി. എഗെയിൻ A13 0 ആണ്, B13 1 ആണ്. therefore it is also 1. now A21 1 ആണ്, A21 0 ആണ്, B21 എന്തിനാണ്? 0 ആണ്. അപ്പോൾ രണ്ടും എന്ത് വന്നു? 0 വന്നു. therefore the entry is 0. now A22 1 ആണ്, B22 0 ആണ്. therefore it is 1. A23 1 ആണ്, B23 1 ആണ്. therefore the result is 1. again A31 1 ആണ്, B31 1 ആണ്. therefore the result is 1. A32 0 ആണ്, B32 0 ആണ്. അപ്പോൾ രണ്ടും 0 വന്നാൽ മാത്രം 0, അതർവൈസ് എല്ലാ കേസുകളിലും നമുക്ക് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. എഗെയിൻ A33 0 ആണ്, B33 1 ആണ്. therefore 1. ഇതാണ് ഇത് A ജോയിൻ B. now A meet B. A meet B എന്തായിരിക്കും? 3/3 മെട്രിക്സ് ആയിരിക്കും. ഡെഫിനിഷൻ എങ്ങനെയാണ്? Cij is equal to 1 if Aij equal to 1 and Bij is equal to 1. അതായത് രണ്ട് വാല്യൂസും എയിലെയും ബിയിലെയും വാല്യൂസ് എന്തായിരിക്കണം? 1 ആണെങ്കിൽ മാത്രമേ 1 ആവത്തുള്ളൂ, അതർവൈസ് ഇറ്റ് ഈസ് 0. സോ A11 1 ആണ്, B11 1 ആണ്. therefore result is 1. here A12 is 0, therefore ഏതെങ്കിലും ഒരെണ്ണം 0 ആണെങ്കിൽ ബാക്കി 0 ആയിരിക്കും. therefore it is 0. A13 is 0. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കുക പോലും വേണ്ട, നമുക്ക് എഴുതാം 0 എന്ന് എഴുതാം. now A21 is 0, therefore it is 0. again A22 is 1 and B22 is 0, therefore it is 0. again A23 is 1, B23 is 1, therefore result is 1.
Now A31 is 1, B31 is 1, therefore result is 1. A32 is 0, therefore it is 0. A33 is 0, hence the result is 0. And that's about A meet B. Now A product B. അവിടെ നമുക്ക് രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. ഒന്നൊരു 4/3 മെട്രിക്സ്, another one is a 3/4 മെട്രിക്സ്. സോ നമ്മളോട് പ്രോഡക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ എണ്ണവും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയുടെ എണ്ണവും എന്തായിരുന്നു? സെയിം ആയിരുന്നു. സോ ഈ ഒരു കേസിൽ ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ എണ്ണം 3 ആണ്, സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയുടെ എണ്ണവും 3 ആണ്. ദെർഫോർ വി ക്യാൻ ക്യാരി ഔട്ട് എ പ്രോഡക്റ്റ് ബി. അപ്പോൾ എ പ്രൊഡക്റ്റ് ബി നമ്മൾ ഡെഫിനേഷൻ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് കാൽക്കുലേറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ഒരു ട്രിക്ക് ഇതിന് വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളവും നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. അതായത് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഡിവൈഡ് ചെയ്യും അല്ലേ? ഇങ്ങനെ 4 റോസ് ആയിട്ട് ഇവിടെ 4 കോളംസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ റോയെയും ഓരോ കോളം കൊണ്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകുന്നില്ല. അതിന് പോലെ നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഫസ്റ്റ് റോയിൽ നമ്മുടെ ഉള്ളത് ആ ഫസ്റ്റ് റോയിൽ നമ്മൾ താഴേക്ക് എഴുതുന്നു 1 1 0. അതുപോലെ തന്നെ അടുത്തതിനകത്ത് എന്ത് വേണം? ഇവിടുത്തെ ഫസ്റ്റ് റോയും അവിടുത്തെ ഫസ്റ്റ് കോളം നമ്മളല്ല ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ R1 ഇവിടുത്തെ C1. ഇവിടുത്തെ C1 നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് പാരലായിട്ട് എഴുതുന്നു. ഇത് നോക്കുക, ഇങ്ങനെ നമ്മളൊരു പെയർ എടുത്തു. ഇവിടെ നമുക്ക് എത്ര പെയർ കിട്ടി? 3 പെയർ കിട്ടി. 1 0 1 1 0 1 അല്ലേ? ഇതിനകത്ത് ഏതെങ്കിലും ഒരു പെയറിൽ 2 എലമെൻസും 1 ആയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മിനിമം ഒരു പെയർ, ഒന്നിൽ കൂടുതലോ മൂന്നിനകത്തും 2 എലമെൻസും 1 ആകാം, അല്ലെങ്കിൽ 2-നകത്ത് 2 എലമെൻസ് 1 ആകാം, അല്ലെങ്കിൽ മിനിമം ഒരെണ്ണത്തിനകത്ത് ഒരു പെയറിനകത്ത് എന്താ വരാം? 2 എലമെൻസും 1 ആകും. അപ്പോൾ മിനിമം ഒരു പെയറിലെങ്കിലും 2 എലമെൻസും 1 ആവുകയാണെങ്കിൽ നമുക്ക് എ പ്രോഡക്റ്റ് ബിയുടെ കറസ്പോണ്ടിങ് പൊസിഷൻ നമുക്ക് എന്ത് എഴുതാം? 1 എന്ന് എഴുതും. അപ്പോൾ ഇവിടെ ഒരു 4/3 മെട്രിക്സിനെ 3/4 മെട്രിക്സിന് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടും ഒരു 4/4 മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോ എൻട്രീസ് ഏത് റോയെയാണോ ഏത് കോളം കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ സാധാരണ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മുടക്കുക തന്നെ ആദ്യം ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം, ഫസ്റ്റ് റോ ഫോർത്ത് കോളം. പിന്നെ എന്ത് ചെയ്യുന്നു? വീണ്ടും സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം, അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് എഴുതുക. അപ്പോൾ നമ്മൾ ഏത് റോയെ ഏത് കോളം കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതാത് റോയെയും അതാത് കോളത്തിനെയും നമ്മൾ എന്ത് ചെയ്യുക? താഴേക്ക് എടുത്ത് എഴുതുക. ഇപ്പോൾ ഇവിടെ നമ്മൾ R1 ആദ്യം താഴേക്ക് എഴുതി, C1 താഴേക്ക് എഴുതി. ഇവർ എന്ത് ചെയ്യുന്നു? അവരെ പെയറാക്കും. അവർ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ബോക്സിനകത്താക്കി പെയറാക്കും. അതായത് ഏതെങ്കിലും ഒരു ബോക്സിൽ 2 എലമെൻറ്റ്സ് 2 എൻട്രീസ് 1 ആവുകയാണ്, മിനിമം ഒരു ബോക്സിലെങ്കിലും 2 എൻട്രീസ് 1 ആവുകയാണെങ്കിൽ അവിടുത്തെ ആ പ്രോഡക്റ്റിൻ്റെ പൊസിഷൻ നമുക്ക് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. മനസ്സിലായോ? നമ്മൾ അടുത്തത് എങ്ങനെ എഴുതാം? അടുത്തത് വരും R1 C2 അല്ലേ? സോ അടുത്തത് R1 C2. R1ലെ എൻട്രീസ് എന്തൊക്കെയാണ്? 1 1 0. C2ലേത് 1 0 1. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് പെയറിനകത്ത് തന്നെ 2 എൻട്രീസ് എന്ത് വന്നു? 1 വന്നു. അവിടെ നമുക്ക് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. അടുത്തത് R1 C3. C3യെ സംബന്ധിച്ച് 0 0 1. ഇവിടെ ഒരു പെയറിലും എന്ത് വരുന്നില്ല? 2 എലമെൻസും ഒരുപോലെ 1 വരുന്നില്ല. Therefore the result is 0. Again R1 C4 is 1 1 0. ഇവിടെ 2 പെയറിനകത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? ഒരുപോലെ 1 1 എന്ന് പറയുന്ന എൻട്രീസ് കിട്ടുന്നു. ഒന്നിൽ കൂടുതൽ മിനിമം ഒന്നിലെങ്കിലും എന്തായിരിക്കും എന്നാണ് പറയുന്നത്? എൻട്രീസ് സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്. സെയിം അല്ല, 1 തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. Therefore the result is 1. ഇങ്ങനെ അടുത്ത എന്താണ്? R2 C1 ആണ് അടുത്ത് ചെയ്യുന്നത്. R2ന് എൻട്രീസ് എന്തൊക്കെയാണ്? 0 1 1. C1 എടുക്കാം 0 1 1. Therefore അവർ 2 പേരിനകത്ത് 1 1 എന്ന് പറഞ്ഞ എൻട്രി വരുന്നു. Therefore one. Next C2 is 1 0 1. അവിടെ ലാസ്റ്റ് പെയറിൽ 1 1 is 1. Again C3 0 0 1. അവിടെ ലാസ്റ്റ് പെയറിൽ 1 is 1.
Now C4 is 1 1 0. Second pair 1 1 therefore it is 1. അടുത്ത എന്താണ് R3 റോ 3 വെച്ചുള്ള ഓപ്പറേഷൻ R3 C1. C1 is 0 1 1. That is ഇവിടെ second pair 1 1 therefore 1. Now C2 is 1 0 1. First pair 1 1 therefore 1. Again C3 is 0 0 1. ഒരു പേരിൽ എന്ത് വരുന്നില്ല 1 1 വരുന്നില്ല therefore it is 0. And now C4 1 1 0. അവിടെയും രണ്ട് പേരിൽ 1 1 therefore it is 1. Now R4 C1. R4 is 0 1 0 and C1 is 0 1 1. അവിടെ second pair 1 1 therefore 1. Now C2 1 0 1. ഒരു പേരിലും 1 1 എന്ന് വരുന്നത് therefore it is 0. Now C3 is 0 0 1. അവിടെ ഒരു പേരിലും 1 വരുന്നത് therefore 0. Now C4 1 1 0. അവിടെയും സെക്കൻഡ് പെയറിൽ 1 1 therefore it is 1. സോ അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത് എ പ്രോഡക്റ്റ് ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഇന്ന് നമ്മൾ ബൂളിയൻ മെട്രിസസ് എന്താണെന്ന് പറഞ്ഞു. ബൂളിയൻ മെട്രിസസിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന 3 ഓപ്പറേഷൻസ് ബൂളിയൻ ജോയിൻ, ബൂളിയൻ മീൻ ആൻഡ് ബൂളിയൻ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. 3 പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. ബാക്കിയുള്ള പ്രോബ്ലംസ് നമ്മൾ ഹോം അസൈൻമെൻറ്റായിട്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ഈ സെഷനിലെ ലെക്ചർ നോട്ട്സ് നിങ്ങൾ എനിക്ക് ഹോം അസൈൻമെൻറ്റ് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.